الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വോയിസ് കേൾക്കുന്ന, അവരെ സഹായിക്കുന്ന രക്ഷിതാക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് വിശുദ്ധ ഖുർആനിന്റെ പാരായണ രീതിയും തജ്വീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. സത്യത്തിൽ ഇതൊരു ആത്മാവിലേക്കുള്ളൊരു വഴിത്താരയാണ്. വിശുദ്ധ ഖുർആൻ എന്നത് കേവലം വായിച്ചു പോകാനുള്ള ഒരു പുസ്തകമല്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ കലാമാണ്, സംസാരമാണ്. അത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടു കൂടിയിട്ട് ഉൾക്കൊള്ളാൻ തജ്വീദ് അനുസരിച്ചുള്ള ഒരു പാരായണം നമുക്ക് അനിവാര്യമാണ്, ആവശ്യമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുസമ്മിലിൽ പറയുന്നുണ്ട്, ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ താളമൊപ്പിച്ച് വ്യക്തമായി പതുക്കെ പാരായണം ചെയ്യുക എന്ന്. അപ്പൊ എന്താണ് താളമൊപ്പിച്ച് പതുക്കെ പാരായണം ചെയ്യുക? അതിന്റെ മറ്റൊരു വേർഡാണ് തജ്വീദ് എന്നുള്ളത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, വിശുദ്ധ ഖുർആൻ എങ്ങനെയെങ്കിലും ഓതിയാൽ പോരാ, മറിച്ച് തജ്വീദിന്റെ നിയമത്തോട് കൂടിയിട്ട് നമ്മൾ ഓതണം എന്നുള്ളത്. തജ്വീദ് എന്നാൽ ഒരു വസ്തുവിനെ ഭംഗിയാക്കുക എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. ഖുർആൻ പാരായണ ശാസ്ത്രത്തിൽ ഓരോ അക്ഷരത്തിനും അതിന്റെ ഉത്ഭവസ്ഥാനവും അഥവാ മഖ്റജ്, അതിന്റെ ഗുണവിശേഷങ്ങളും സിഫാത്ത് നൽകി കൃത്യമായി ഉച്ചരിക്കുന്നതിനെയാണ് തജ്വീദ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറബി ഭാഷ നന്നായി അറിയാത്തവർക്ക് പോലും അക്ഷരത്തെറ്റുകൾ കൂടാതെ അള്ളാഹു ഇറക്കിയ അതേ രൂപത്തിൽ ഖുർആൻ ഓതാൻ പ്രാപ്തരാകേണ്ടതുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ GPS ഉണ്ടല്ലോ, GPS. ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഉണ്ടാവും? ഗൂഗിൾ മാപ്പ് ഓണാക്കും, GPS ഓണാക്കും. ഈ GPS നൽകുന്ന നിർദ്ദേശങ്ങൾ ലെഫ്റ്റ് ആണ്, റൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ അത് പാലിക്കും. അത് പാലിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തും. GPS റൈറ്റിലേക്ക് കാണിക്കുകയാണ്, നമ്മൾ ലെഫ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തൂല. അതുകൊണ്ട് തന്നെ ആ നിർദ്ദേശങ്ങൾ അവഗണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴിതെറ്റി പോകുമെന്നുള്ളത് പോലെ അള്ളാഹു നമ്മൾ കൃത്യമായി എത്തിക്കുന്ന വഴിയാണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ സന്മാർഗത്തിലേക്ക് പോകണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം സാക്ഷാത്കാരമാകുന്നത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. ആ വഴിയിലൂടെ തെറ്റുകൂടാതെ സഞ്ചരിക്കാൻ നമ്മൾ സഹായിക്കുന്ന സൈൻ ബോർഡാണ് സത്യത്തിൽ തജ്വീദ് നിയമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മുടെ അക്ഷരങ്ങളുടെ മഖ്റജും അതിന്റെ മാറ്റങ്ങളും അതിന്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. അർത്ഥം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം മനസ്സിലാക്കാതെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥവും മാറും. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഉദാഹരണം, നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ അക്ഷരത്തിന്റെ അവസ്ഥകളുണ്ട്. വായിൽ നിന്ന്, തൊണ്ടയിൽ നിന്ന്, നിശ്ചിത സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഉച്ചരിക്കും. അതിന്റെ മഖ്റജ് അല്ലെങ്കിൽ അതിന്റെ ജംഇൽ മഖാരിജുകൾ എന്ന് പറയും. ഏതൊക്കെയാണ് മഖ്റജുകൾ? മഖാരിജുകൾ 5 മഖ്റജാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഹൽക്ക്, മറ്റൊന്ന് ലിസാന്, മറ്റൊന്ന് ഷഫത്ത് അഥവാ ചുണ്ടുകൾ. ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ്, ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ട, മറ്റൊന്ന് ഹൈഷൂം തരിമൂക്ക്, മറ്റൊന്ന് ജൗഫ് നമ്മുടെ വായുടെ തൊണ്ടയുടെ ഉൾഭാഗത്തിൽ നിന്നാണ്. അപ്പൊ ഇതൊക്കെ ഉച്ചരിക്കുന്ന മഖാരിജുകളാണ്. ഒരു ചെറിയ ഉച്ചാരണ വ്യത്യാസം പോലും വന്നാല് ഖുർആനിന്റെ അർത്ഥം തന്നെ മുഴുവനായിട്ട് മാറുമെന്നുള്ളതാണ് വലിയ രസകരമായ ഒരു കാര്യം. ഇന്നത്തെ കാലത്ത് നമ്മൾ ഫോണിൽ ബാങ്ക് അക്കൗണ്ടുകൾ വെക്കാറുണ്ട്, അല്ലെ? ബാങ്ക് അക്കൗണ്ടുകൾ വെക്കാറുണ്ട്, അതിന് പാസ്വേഡ് വെക്കാറുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാരുടെ പാസ്വേഡ് സീക്രട്ട് 1 2 3 എന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പേര് അല്ലെങ്കിൽ 3 2 1 എന്നൊക്കെ ആയിരിക്കും. ഈ
പാസ്വേഡിൽ ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇനി ചെറിയ അക്ഷരത്തിന് പകരം വലിയ അക്ഷരം അടിച്ചാലോ ലോക്ക് തുറക്കും? ഒരിക്കലും തുറക്കൂല. അതുപോലെ ഖുർആനിലെ വാക്കുകൾ അള്ളാഹു നിശ്ചയിച്ച കോഡുകളാണ് സത്യത്തിൽ. ഈ അക്ഷരങ്ങൾ മാറുന്ന സമയത്ത് ആ വാക്കിന്റെ ആത്മാവും അർത്ഥവും മാറും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറയാം. കൽബ്, ക്യാഫാണ് ക്യാഫ്. മറ്റൊന്ന് കൽബ്. ഒന്നാമത്തേത് ക്യാഫാണ്, മറ്റൊന്ന് ഖാഫാണ്. ഖാഫ് എന്നുള്ളത് തൊണ്ടയുടെ അടിഭാഗത്ത് നിന്ന് മുഴങ്ങിയിട്ട് വരുന്നതാണ്, ഉൾഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഈ ഉച്ചാരത്തിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കൽബ് എന്നതിന്റെ അർത്ഥം ഹൃദയം എന്നാണ്. എന്നാൽ കൽബ് എന്നതിന്റെ അർത്ഥം എന്താ? നായ എന്നാണ്. ചെറിയ രീതിയിൽ ഒരു വാക്കർത്ഥം മാറിയപ്പോ എന്താണ് മൊത്തത്തിലുള്ള ഒരു അർത്ഥം മാറിയില്ലേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന്റെ ഉച്ചാരണ ശുദ്ധിയിൽ ഓതണം എന്ന് ചുരുക്കം. മറ്റൊരു ഉദാഹരണം പറയാം. അൽ ഹംദു, അൽ ഹംദു, അൽ ഹംദു. ഒരാൾ ഓതിയുള്ളൂ. ഒന്ന് ഹ ആണ്, മറ്റൊന്ന് ഹ ആണ്. ഹ ആയിട്ടുള്ള അൽഹംദു ഓതിയ സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്നർത്ഥം. എന്നാൽ അൽ ഹംദു എന്നാണ് ഓതിയിട്ടുള്ളത് എങ്കിൽ അതിന്റെ അർത്ഥം നാശമാവുക, ചാരമാവുക എന്നാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് നമുക്ക് നാശത്തിന്റെ വേർഡായിട്ട് മാറുന്നൊരവസ്ഥ ഉണ്ടാവണം. അപ്പൊ ഇതിന് നമ്മുടെ തജ്വീദിന്റെ ആത്മീയ വശം, മനഃശാസ്ത്രമായിട്ടുള്ള വശം നമ്മൾ തിരിച്ചറിയണം. തജ്വീദ് അനുസരിച്ച് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ പതുക്കെ അക്ഷരങ്ങൾ വേർതിരിച്ച് നല്ല താളത്തിൽ ഒതുക്കത്തിൽ ഓതുമ്പോൾ കൃത്യമായി നമുക്കൊരു മനസ്സിന് ശാന്തി ലഭിക്കാൻ തുടങ്ങും. ഇത് മസ്തിഷ്കത്തെ സ്വാധീനിക്കുകയും നമ്മുടെ സ്ട്രെസ് ഹോർമോണുകൾ റിലീസ് ആവുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ ഹാപ്പി ഹോർമോണുകൾ ആക്റ്റീവ് ആവും. ഇതാണ് ആധുനിക പഠനങ്ങൾ പറയുന്നത്. ലോകപ്രശസ്തമായ ഒരു കവിതയോ ഗാനമോ അതിൻ്റെ ഈണവും ശൈലിയും തെറ്റിച്ച് വെറുതെ വായിച്ചു കഴിഞ്ഞാൽ അതിനെ ആസ്വദിക്കാൻ കഴിയും? ഇല്ലല്ലോ. കൃത്യമായിട്ട് അതിൻ്റെ പല്ലവികളും അനുപല്ലവികളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിന് കൃത്യമായിട്ട് പാടാൻ. അങ്ങനെ പാടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ രസം കിട്ടും. എന്നാൽ പ്രപഞ്ചനാഥന്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് വിശുദ്ധ ഖുർആൻ. വെറുതെ അങ്ങനെ ഉണ്ടാക്കിയതല്ല. അതിന് തനതായ ഒരു താളുണ്ട്, ഉന്നത്തുണ്ട്, മദ്ദുണ്ട്, ഷദ്ദുണ്ട്, ഇതാം ബിഉന്നുണ്ട്, ഇതാം ബിലാവുന്നുണ്ട്. അതൊക്കെ അനുസരിച്ച് നമ്മൾ ഓതുമ്പോൾ കേൾവിക്കാരനും ഓതുന്നവന്റെയും ഹൃദയത്തിൽ അത് ഒരു ആത്മീയ ബന്ധം ഉണ്ടാക്കും. ഇത് പഠിക്കൽ ഓരോ മുസ്ലിമിനും അനിവാര്യമാണ്. 4ാം ക്ലാസ്സുകാരനോ 5ാം ക്ലാസ്സുകാരനോ 6ാം ക്ലാസ്സുകാരനോ വേണ്ടി മാത്രമുള്ളതല്ല. തജ്വീദോട് കൂടി ഒരു മുസ്ലിമായ മനുഷ്യരെ തജ്വീദോട് കൂടിയിട്ട് ഖുർആൻ ഓതാൻ പഠിക്കുക എന്നുള്ളത് ഫർളായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പറയാനുള്ള കാര്യം, നമസ്കാരം നമ്മളെ ശരിയാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫാത്തിഹ വേണം. ആ സൂറത്തെങ്കിലും തജ്വീദോട് കൂടെ ഓതാൻ നമ്മൾ പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ബാക്കിയുള്ള ഖുർആൻ ഓതാൻ പറ്റും. ഈ തെറ്റായ ഉച്ചാരണത്തോട് കൂടിയിട്ട് ഫാത്തിഹ സൂറത്ത് നമ്മൾ ബോധപൂർവം ഓതുന്നത് വളരെ കുറ്റകരമായ കാര്യമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയേണ്ടായി, അൽ മാഹിറു ബിൽ ഖുർആൻ മഅസ്സഫരിൽ കിറാമിൽ ബററ വല്ലദീ യഖറഉ അൽ ഖുർആൻ വഹുവ അലൈഹി ശാഖുൻ ലഹു അജ്റാൻ. ഖുർആൻ വിദഗ്ധമായി പാരായണം ചെയ്യുന്നവൻ ആദരണീയനായ മലക്കുകളോടൊപ്പമായിരിക്കും. പ്രയാസപ്പെട്ട് തപ്പിപ്പിടഞ്ഞ് ഓതുന്നവൻ ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ അവർക്ക് ശിക്ഷയുണ്ട്. അതുകൊണ്ട് പഠിക്കാനുള്ള ശ്രമം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത് എന്നാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കുന്ന ഖുർആൻ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നതിനോടൊപ്പം തന്നെ അത് ഉച്ചരിക്കേണ്ട രീതിയും പഠിക്കണം. മദ്രസ കാലഘട്ടത്തിന് ശേഷം ഖുർആൻ പഠനം നമ്മൾ നിർത്തരുത്. അതിനുശേഷവും നമ്മൾ ഓതാനും നിരന്തരം പ്രാക്ടീസ് ചെയ്യാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും നമ്മൾ ശ്രമിക്കണം. ഇനി വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തജ്വീദ് ക്ലാസ്സുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഖുർആന്റെ ആളുകൾ ആയിട്ട് നമ്മൾ അല്ലാഹു ഉയർത്തട്ടെ. നമ്മളെ ഖബറിലും പരലോകത്തും നമുക്ക് ശുപാർശകനായിട്ട് മാറുന്ന
കൂട്ടുകാരനായിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് മാറട്ടെ. അതിനുള്ള ഒരു പരിശീലനമാകട്ടെ ഈ ഒരു ഉദ്യമം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താലോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.